വളവുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതിന് ഏറ്റവും ബെറ്റർ എന്താണെന്നറിയോ, ഒരു വലിയ ഗ്രൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വലിയ ഗ്രൗണ്ടിൽ ഇടത്തോട്ടും വലത്തോട്ടും റൗണ്ട് അടിക്കണം. അപ്പോൾ റൗണ്ട് അടിച്ച് നമ്മൾ ഓടിക്കണം. ഒരു സൈഡ് തന്നെ ഇട്ട് റൗണ്ട് അടിച്ച് പഠിക്കരുത്. ഇടത്തേക്കും വലത്തേക്കും ഇട്ട് നമ്മൾ റൗണ്ട് അടിച്ച് പഠിക്കുമ്പം തന്നെ നമുക്ക് ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളവുകളൊക്കെ തിരിക്കാൻ പറ്റും കേട്ടോ. ഒരു ഗ്രൗണ്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും അടിപൊളി എന്ന് വെച്ചാൽ റൗണ്ടിൽ നമ്മളിങ്ങനെ ഓടിക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ആ വളവൊക്കെ നല്ലതായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ല ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ തിരക്ക് കുറഞ്ഞ വഴിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഹോൺ അടിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് നന്നായി ഹോൺ അടിച്ച് കൊടുത്തിട്ട് വേണം വളവുകളൊക്കെ തിരിയാനായിട്ട്. ഇവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തുക, വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഈ മെയിൻ റോഡിലേക്ക് ഇറക്കുക കേട്ടോ. പെട്ടെന്നായിരിക്കും വണ്ടി കയറി വരുന്നതേ, നമ്മൾ വരുന്ന ആ സൈഡിലേക്കായിരിക്കും വണ്ടി കയറി വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റർ ഇടുക, നന്നായിട്ട് ഹോൺ അടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ചവിട്ടി നിർത്തുക. ഒരുപാട് വലത്തേക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തരുത്, സൈഡ് ഒതുക്കി തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊക്കെ ഇൻഡിക്കേറ്ററിന് സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് ഇല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറക്കും. അപ്പം ഞാൻ മാത്രമല്ല, എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ എത്രയോ പേരുടെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓഫ് ചെയ്യാതെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കുക അവരിപ്പം ഇടത്തേക്കായിരിക്കും ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, പക്ഷെ ആ ഇടതുവശത്തേക്ക് അവർ കയറത്തില്ല, അല്ലെ വലതുവശത്തേക്ക് ഉള്ള